ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പുഷ്പകലയുടെ ഹസ്ബൻഡ് വിജിലൻസ് SP-യാ. ഞാൻ അയാളെ കൊണ്ടുവരെ പറയിപ്പിച്ചു നോക്കി. ഒരു രക്ഷയില്ല. ഇവരെന്ത് നുണയാ ദൈവമേ തട്ടിവിടുന്നേ. വൈരാഗ്യം ഉണ്ടെന്നും പറഞ്ഞ് ഇവളെന്തിനാ അയാളെ കൊന്നുകളഞ്ഞ്? നമ്മളുടെ ടെൻഷനിലാണെന്ന് എനിക്കറിയാം. അതാണ് വൈകിട്ടുള്ളൊരു മീറ്റിംഗ് മാറ്റിവെച്ച് നേരെ ഇങ്ങോട്ട് പോകുന്നത്. ഞാനും ഈ സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിമാരിൽ ഒരാളല്ലേ സാറേ. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ മകളെ ഒരു ചതിയിൽ കുരുക്കി പോലീസ് ലോക്കപ്പിലിട്ടിരിക്കുന്നു. സ്വന്തം മകളെ രക്ഷിക്കാനുള്ള പിടിപ്പ് പോലും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ സാറേ എനിക്ക് ഈ മന്ത്രിപദം? വർമ്മേ, തന്റെ പദവി തന്നെയാണ് ചിലരുടെ ലക്ഷ്യം. അതിനിപ്പോ കരുവായത് നിങ്ങളുടെ മകളാണ്. കരുവായതല്ല, കരുവാക്കിയത്. ഏതൊരു പൊളിറ്റീഷ്യനും നിറയെ ശത്രുക്കളുണ്ട്. അതെനിക്കറിയില്ലേ. തനിക്ക് കുറച്ച് കൂടുതലുണ്ടെന്ന് മാത്രം. എന്നാലും അതിന് പാവോ എന്റെ മകളെ. വർമ്മേ, നിങ്ങൾക്ക് വേദനിക്കണമെങ്കിൽ നിങ്ങളെ മാത്രം ഉപദ്രവിച്ചാൽ മതിയോ? നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ വേദനിപ്പിക്കണം. അവരുടെ കരച്ചിൽ കാണുമ്പോഴല്ലേ നിങ്ങളുടെ ഹൃദയം വേദനിക്കൂ, നിങ്ങൾ മാനസികമായി തകരൂ. അതിനുവേണ്ടി ശത്രുക്കൾ ഒരുക്കുന്ന യുദ്ധമുറകളാണിതെല്ലാം. ഇതെല്ലാ കാലത്തും നീതിമാന്മാരോട് അനീതി ചെയ്യുന്നവർ കാട്ടിയിട്ടുമുണ്ട്. ചൂതുകളിയിൽ പാണ്ഡവർ 5 പേരും പണയപ്പെട്ട് നിൽക്കുമ്പോ ശകുനിയുടെ ഒത്താശയോടെ ദുശാസനൻ സ്വീകരിച്ച മാർഗവും ഇതുതന്നെയാണ്. ഒറ്റ വസ്ത്രം ധരിച്ച രജസ്വലയായ ദ്രൗപദിയെ കൗരവസഭയിലേക്ക് വലിച്ചഴച്ചു. ദ്രൗപദിയെ മാനം കെടുത്തിയതിന് ഭീമൻ ദുശാസനന്റെ മാറ് പിളർന്ന് ചോര കുടിച്ചു. നിസ്സാരക്കാരനായ ആ പോലീസ് ഓഫീസറെ ഞാൻ അതുപോലെ ചെയ്യണമെന്നാണോ സദാശിവ സാർ പറയുന്നത്? അതൊന്നും വേണ്ട വർമ്മേ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. മീഡിയക്കാരെ പേടിച്ചിട്ടാ ഞാൻ അയാളെ നേരിടാതിരുന്നത്. അല്ലാതെ മന്ത്രി കസേര പോകുന്നു പേടിച്ചിട്ടൊന്നുമല്ല. ഈ ഗവൺമെന്റിന്റെ പ്രതിച്ഛായ ഞാനൊരാളായിട്ട് തകർക്കണ്ടെന്ന് കരുതി. വർമ്മേ, തെളിവുകളെല്ലാം തന്നെ ഋതികയ്ക്കെതിരെ മാറ്റിയിട്ടാ അവർ ഈ പത്മവ്യൂഹം ചമച്ചത്. പത്മവ്യൂഹം ചമയ്ക്കാനും അതിനകത്ത് കൊടുക്കാനും അതിൽ നിന്ന് പുറത്തിറക്കാനുമുള്ള വിദ്യ രാഷ്ട്രീയക്കാരന് മാത്രമേ അറിയൂ എന്നുള്ള സത്യം പാവ പോലീസുകാരനറിയില്ല. വർമ്മ ധൈര്യമായിട്ട് നിൽക്ക്. കുഴി കുഴിച്ചവരും കുരുക്ക് തീർത്തവരും കെണി ഒരുക്കിയവരും ഒടുവിൽ അതേ കെണിയിൽപ്പെട്ട് നിലവിളിക്കുന്ന കാഴ്ച നമുക്ക് കാണാറൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്ത് ഋതികയെ നമുക്ക് പുറത്തിറക്കാം. ഞാൻ എന്താ ഇറങ്ങട്ടെ? സർ, എന്റെ പ്രതാപ, ഈ പെണ്ണിത് എന്തൊക്കെയാ ചെയ്തു വെച്ചിരിക്കുന്നെ? ഞാൻ അവളെ ഇറക്കി കൊണ്ടുവരാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയി. ആ സിയോട് യാചിച്ചു. അയാളെന്നെ ആട്ടി പുറത്താക്കിയില്ലെന്നേ ഉള്ളൂ. എനിക്ക് ഹോൾഡ് ഉള്ളിടത്തൊക്കെ ഞാൻ ശ്രമിച്ചു. പിന്നെ ക്ലബിലെ പുഷ്പകലയുടെ ഹസ്ബൻഡ് വിജിലൻസ് SP-യാ. ഞാൻ അയാളെ കൊണ്ടുവരെ പറയിപ്പിച്ചു നോക്കി. ഒരു രക്ഷയില്ല. ഇവരെന്ത് നുണയാ ദൈവമേ തട്ടിവിടുന്നേ. വൈരാഗ്യം ഉണ്ടെന്നും പറഞ്ഞ് ഇവളെന്തിനാ അയാളെ കൊന്നുകളഞ്ഞ്? അവളാരെയും കൊല്ലില്ല. ഒരാളെ കൊല്ലാനുള്ള മനസ്സൊന്നും എന്റെ മകൾക്കില്ല. എന്തായാലും നീ സമാധാനമായിട്ടിരിക്കെ.
അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഒരാളെ കൂടി ഒന്ന് വിളിക്കട്ടെ. ദീപക്കെ, നീ വന്നേ. ആ ഐസക് സാർ അല്ലേ, ഫോറൻസിക് ഓഫീസർ? ഞാനേ അംബിക വർമ്മയാ സാർ. മകളെ രക്ഷിക്കാമെന്ന് ആങ്ങളയോട് പറഞ്ഞിട്ട് ഏതോ ഒരു ഓഫീസറെ വിളിക്കുന്നത് ഫോറൻസിക് ഓഫീസറെ. അവളെ പൂട്ടാൻ ഇവര് വല്ലാത്തൊരു ക്യാരക്ടർ. പിന്നെ ഞാനെങ്ങനെ ക്രിമിനൽ ആകാതിരിക്കും? ഈ മുതലിന്റെ അല്ലേ മോൻ. ഓക്കെ സാർ, താങ്ക് യു. ഫണ്ട് ഞാൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ ആ കാര്യം ഓക്കെ ആയി. എന്താ അമ്മേ? പൂട്ടണമെങ്കിൽ എല്ലാ കെട്ടുകളും ഒന്നും മുറുക്കണ്ടേ? ഫോറൻസിക് ഓഫീസറെ ഞാൻ വിളിച്ചത്. നാളെ ഫോറൻസിക് റിസൾട്ട് വരും. ആ ഗണ്ണിന്ന് കിട്ടാൻ പോകുന്നതേ അവളുടെ ഫിംഗർ പ്രിന്റ് തന്നെയാ. അപ്പൊ ജഗന്നാഥനെ കൊന്നത് ഋതിക തന്നെയാണെന്ന് ശാസ്ത്രീയമായി തെളിയുന്നു. യെസ്. അല്ല, ഫിംഗർ പ്രിന്റ് വരാതെ അമ്മ എങ്ങനെ ഗണ്ണുപയോഗിച്ചത്? വെറും ഗ്ലൗസ്. ഷൂട്ട് ചെയ്തതിന് ശേഷം ഗണ്ണ് അവളുടെ കർച്ചീഫിൽ പൊതിഞ്ഞ് കാട്ടിലെറിഞ്ഞു. അപ്പോ നാളെ എന്താ സംഭവിക്കുന്നേ? അതിനെന്തിനാടാ മണ്ട ഇത്രയും സംശയിക്കുന്നേ? കൊലക്കേസ് പ്രതിയായി ഉറപ്പിച്ച് തൽക്കാലം അവളെ കോടതി റിമാൻഡ് ചെയ്യും. അങ്ങനെ നമ്മുടെ ശത്രു ജയിലിലേക്ക്. എന്താടോ? ആ രാജു പോയിട്ടില്ല സാർ. അവൻ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ തന്നെ കുത്തിയിരിക്കുക.